ഇന്ത്യയിൽ മതേതരത്വം ഉറപ്പു നൽകാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കൂ എന്ന് ചാലക്കുടി LDF സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥ്. മണ്ഡലം ഇത്തവണ തിരിച്ചു പിടിക്കുമെന്നും വലിയ ആത്മവിശ്വാസത്തിലാണെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇന്ന് മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ മുന്നണികളെല്ലാം വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥ് നമ്മുടെ കൂടെയുണ്ട്. അവസാനഘട്ട പ്രതീക്ഷ എങ്ങനെയാണ്? തീർച്ചയായിട്ടും LDF വിജയിക്കും ചാലക്കുടിയിൽ, ഒരു സംശയമില്ല. അത് ഒരു രാഷ്ട്രീയ നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നു, ഒരാഗ്രഹം പറയുന്നതല്ല. ജനങ്ങളുടെ ഓരോ പൾസും മനസ്സിലാക്കി, ഓരോ ദിവസവും അതിൽ നിന്ന് വേരിയേഷൻ മനസ്സിലാക്കി അതിൻ്റെ ഒരു സിന്തസിസാണ്. അതിൽ ജയിക്കും തീർച്ചയായിട്ടും. എപ്പോഴും ഉറച്ച കോട്ട എന്ന് വിശ്വസിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ എന്താണ് മാഷ് ഇത്തരത്തിലൊരു വലിയൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്? 2-3 കാര്യങ്ങൾ. ഒന്ന്, ലെഫ്റ്റ് മുന്നോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്സ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. പിന്നെ സെക്യുലറിസത്തിൽ ഞങ്ങളുടെ ഓഫർ അതാണ്. ജനങ്ങളോട് ഞാൻ പ്രസംഗിക്കുമ്പോൾ കൊടുക്കുന്ന ഓഫർ, ഞങ്ങൾ എന്നും സെക്യുലറായിരിക്കും, എന്നും. അപ്പോൾ ഏറ്റവും വലിയ ഉറപ്പ് അതാണ്. ഇത് രാജ്യത്തെ ഏറ്റവും വലിയ ഉറപ്പില്ലാത്തത് സെക്യുലറിസമാണ്. ഇതൊരു ഇതാണ്. അതുകൊണ്ട് അത്ര ഉറപ്പ് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ രാഷ്ട്രീയമായി വിശ്വസിക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്, വികസന രംഗത്ത് ഇപ്പോൾ നമ്മൾ നവചാലക്കുടി, അത് ഒരു പുതിയ ആശയമാണ്. അതായത് ഒരു മണ്ഡലത്തെ നവീന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക, എല്ലാ വിഭാഗം ജനങ്ങളെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, പാർശ്വവൽക്കരിക്കപ്പെടാത്തൊരു സമൂഹത്തെ സൃഷ്ടിക്കുക. ഇതൊക്കെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു വികസന പരിപ്രേക്ഷ്യമാണ്. അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് നല്ലതുപോലെ ഇത് കണ്ടിട്ടില്ലല്ലോ, ഇത് കേട്ടിട്ടില്ലല്ലോ, സാധ്യമാണല്ലോ എന്നുള്ള ഇത് രണ്ടും, പൊളിറ്റിക്സും ഡെവലപ്മെൻറ്റും രണ്ടിലുള്ള യുണീക്കായിട്ടുള്ള ഒരു നിലപാട് രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ആ നിലപാടിൽ ജനങ്ങൾ വിശ്വസിച്ചു എന്നുള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ വോട്ട് ജനങ്ങൾ ചെയ്യുന്നത് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും ഈ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ കണ്ടു, പക്ഷേ ചാലക്കുടിയിൽ അത്തരം ഒരു പോർക്കളം കണ്ടിട്ടില്ല. കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന കാലത്ത് തന്നെ നിങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു വ്യക്തിയെ കുറ്റം പറയുക, അങ്ങനൊരു സംഭവം ഇവിടെ കാണില്ല. എൻ്റെ ഭാഗത്ത് എന്ന് വെച്ചാൽ LDFിൻ്റെ ഭാഗത്ത് നിന്ന് കാണില്ല. കാരണം അത് വിലയിരുത്തേണ്ടത് ജനങ്ങളാണ്. ഒരാളെന്ത് ചെയ്തു എന്ന് നോക്കുമ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് തെറ്റോ ശരിയോ എന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ ജനങ്ങളാണ് യഥാർത്ഥത്തിൽ ആരെന്ത് ചെയ്തില്ല എന്ന് വിലയിരുത്തേണ്ടത്. നമ്മളെന്ത് ചെയ്തു എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അവിടെ തന്നെ കോൺട്രവേഴ്സിയോ തർക്കത്തിൻ്റെ പ്രശ്നമില്ല. എല്ലാം ഡെമോക്രസി അല്ലേ. ആരാ നിശ്ചയിക്കേണ്ടത് ശരിയാണോ തെറ്റാണോ നല്ലതാണോ ചീത്ത, ഇതൊക്കെ ജനങ്ങളാണ് നിശ്ചയിക്കുന്നത്. അത് ജനങ്ങൾക്ക് വിടാനുള്ള പ്ലാറ്റ്ഫോമിലേക്ക് കൊടുക്കുക. അതിൽ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ അവരെ സ്വതന്ത്രമായിട്ട് ചിന്തിച്ച് വിലയിരുത്താൻ അനുവദിക്കുക. പ്ലസ് അവരുടെ ആ തിരിച്ചറിവിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളെന്ത് ചെയ്യും എന്നുള്ളത് കൃത്യമായിട്ട് പറയുക. പറയണതിൽ ആത്മാർത്ഥത കണ്ടാൽ തന്നെ അറിയാം അവരത് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതി എടുത്തത് കൊണ്ട്, ആ രീതിശാസ്ത്രത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഇവിടെ തർക്കവും വാദവും ഒന്നുമില്ലാതെ ഡെമോക്രാറ്റിക് പ്രോസസ്സാണ് നടന്നേക്കണം. ഐഡിയൽ ആയിട്ടുള്ള ഡെമോക്രാറ്റിക് പ്രോസസ്സാണ് ചാലക്കുടിയിൽ നടന്നത്. എല്ലാ സ്ഥാനാർത്ഥികളും അതിന് അതേപോലെ തന്നെ ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഒരാളുടെ പ്രത്യേകതയല്ല. ആ രീതി വിജയിക്കുന്ന ഉറപ്പാണല്ലേ? അത് തീർച്ചയായിട്ടും വിജയിക്കും എന്നുള്ള കാര്യം സംശയമില്ല. മാഷിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ശ്രീജിത്തിനോടൊപ്പം അർച്ചന മേനോൻ, അമൃത ന്യൂസ്, കൊച്ചി.